السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ശേഖനാട് പേരിലുള്ള ജനാസ നിസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഏതാനും ഖത്മുകൾ ഓതി വെച്ചതുണ്ട്. ഇവിടെ വെച്ചും കുറച്ച് ഖത്മുകൾ ഓതി തീർത്ത് കുറച്ച് തഹ്ലീൽ ചൊല്ലി നല്ലൊരു പ്രാർത്ഥിച്ചു വേണം നമുക്ക് പിരിയാൻ. അള്ളാഹു ഈ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന് വേണ്ടി നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും അതർഹിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഹദ്റത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഉസ്താദ് അവറുകളുടെ ജീവിതത്തിലെ നമുക്കൊക്കെ ചിന്തിക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന ചില വസ്തുതകളായിരുന്നു. പറഞ്ഞു വന്നത് ദർസിനോടുള്ള ഉസ്താദിൻ്റെ അങ്ങേയറ്റത്തെ താല്പര്യം, അത് വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ MT ഉസ്താദ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വരികയുണ്ടായി. ഉസ്താദ് നമ്മൾ വന്ന് കണ്ട് ഞങ്ങൾ ഇങ്ങനെ ചില കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ഉസ്താദിൻ്റെ അസുഖ വിവരങ്ങളൊക്കെ പറഞ്ഞു. രോഗത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 6 മാസം ഇപ്പുറം ഇങ്ങോട്ടുള്ള ഉസ്താദിൻ്റെ രോഗത്തിൻ്റെ സ്ഥിതി അത് അടുത്തറിയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാണ്. വൈദ്യശാസ്ത്രം ഡോക്ടർമാരൊക്കെ അത്ഭുതപ്പെടുകയാണ്. വൈദ്യശാസ്ത്രം പിന്മാറി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു ഈ അടുത്തിടെ ഉസ്താദിൻ്റെ സ്ഥിതി. വയറിൻ്റെ ഈ ഭാഗത്തുനിന്ന് പ്രത്യേക നീര് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ കുത്തിയെടുക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ഇടയ്ക്കിടെ എറണാകുളത്തായിരുന്നു ചികിത്സ. പിന്നെ അതിനോട് അറ്റാച്ച്മെൻറ്റ് ചെയ്ത് തച്ചമ്പാറയിലുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ഉസ്താദ് അത്യാവശ്യ കാര്യങ്ങൾക്ക് അവിടെയാണ് പോകാറുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ MT ഉസ്താദ് പറയണ്ടായി, മൂപ്പർക്ക് പാക പ്രശ്നമുള്ളത് ഇപ്പോൾ രോഗവും പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നുമല്ല ഇപ്പോൾ പ്രശ്നം, ദർസ് മുടങ്ങിയാലോ എന്നാണ്. ദർസ് മുടങ്ങിയാലോ എന്നുള്ള പ്രശ്നമാണ് ഇപ്പോൾ ആകെ പറയാനുള്ളത്. ഒരു ലേശം നീക്കാൻ വയ്ക്കണം. അന്നൊക്കെ ഒരു പേരക്കുട്ടിയും അവരെ മക്കളൊക്കെ വണ്ടി ഉള്ളവരുണ്ട്, വണ്ടി കൊണ്ടുപോകാറ്. ശനിയാഴ്ച വൈകുന്നേരം അല്പം ഒരാഫിയത്തുണ്ടെങ്കിൽ വണ്ടി വിടുകയാണ് ജാമ്യക്ക്. പിറ്റേ ദിവസം ഞായറാഴ്ച ഒരു പ്രാവശ്യം ക്ലാസ് 1-2 സബക്ക് ക്ലാസ്സുകൾ കയറി ഇറങ്ങുമ്പോഴേക്കും മൂപ്പര് ക്ഷീണിതനായി. വീണ്ടും ഡോക്ടർമാർ പറയും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. ഇങ്ങനെ ദർസിനോട് ഒരു അത്യാർത്ഥിയായിരുന്നു ഉസ്താദിന്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ലദ്ദത്തും ഒരു ലഹരിയുമായിട്ട് മാറിയിരുന്നു എന്ന് ഉസ്താദിൻ്റെ ക്ലാസ്സിലിരുന്ന വിദ്യാർത്ഥികൾക്കറിയാം, അടുത്തിടപഴകിയ പല ആളുകൾക്കും അറിയാം. ഞങ്ങൾ ഈ തച്ചമ്പാറയുള്ള സമയത്ത് എൻ്റെ ഈ കൈയൊടിഞ്ഞിട്ട് നാട്ടിൽ പോയാലോ, അത് മാറിയതിന് ശേഷം ഉസ്താദ് ഹോസ്പിറ്റലിൽ പല ഘട്ടങ്ങളിൽ അഡ്മിറ്റായപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ പോകും. സ്ഥാപനത്തിന് ബന്ധപ്പെട്ട ആൾ ഞങ്ങൾ കൂടി പോയി അവിടെ നിന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഉസ്താദ് എപ്പോഴും ജാമ്യയിൽ നിന്ന് പോന്ന് എന്ന് ചോദിച്ചാൽ അപ്പം കണ്ണ് നിറഞ്ഞ് ഇന്നലെ കാലത്ത് പോകും. അപ്പോൾ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ ഒറ്റി വീണ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ദർസിനോട് വലിയൊരു ആർത്തിയായിരുന്നു ഉസ്താദിന്. അതുപോലെ ഇപ്പം അവസാന സമയത്ത് യാത്ര പറയാൻ പോയപ്പോൾ എനിക്ക് ആ അവസ്ഥയും ശരീരത്തിൻ്റെ ഘടനയൊക്കെ കണ്ടാൽ നമുക്കൊരു ഏകദേശം നമ്മൾ ആരെ എപ്പോഴും മരിക്കുമെന്നും ആർക്കും അറിയാൻ പറ്റൂല. വമാ തദ്രി നഫ്സും ബി അയ്യി അർളിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ എവിടെ വെച്ച് എപ്പോഴും മരിക്കുമെന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഞാനാണോ ആദ്യം മരിക്കുക, അദ്ദേഹമാണോ മരിക്കുക, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു വേർപാട് അവിടെ ഉണ്ട്. എങ്ങനെയായാലും നമ്മൾ യാത്ര പറയാൻ പോലെ, വാപ്പാനോട് യാത്ര പറയാൻ പോകുന്ന പോലെ, നമ്മുടെ ഉപ്പയോട് പറയാൻ പോകുന്ന പോലെ, ഒരു ലക്ഷിതാവിനോട് പറയാൻ പോകുന്ന പോലെ, ഗുരുനാഥനോട് യാത്ര പറയാൻ പോകുന്ന പോലെ യാത്ര പറയാൻ ചെന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ എൻ്റെ തൊണ്ടയിടറി ശബ്ദമൊക്കെ മാറിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുന്നത്. സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാണ്ട് ഓർമ്മയിൽ ഉണർന്ന് ഇരിക്കുന്ന സമയത്ത് നമ്മൾ പറയേണ്ടുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ പറയുകയാണ് ഓരോ സംഗതി. എൻ്റെ കൂടെ സൈദലി മാസ്റ്റർ സഹപ്രവർത്തകനുണ്ട്, മറ്റൊരാൾ 2 ആളുണ്ട്. കാര്യങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി അതൊക്കെ സസൂക്ഷ്മം മൂപ്പർ കേൾക്കുന്നു. അപ്പോഴും ആ ശരീരത്തിൻ്റെ അവശത, പ്രയാസം, ബുദ്ധിമുട്ട് ഒരു ഭാഗത്ത് കുത്തിക്കൊടുത്ത് ഇങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോഴും ആ പുഞ്ചിരി കൈവിടാതെ സൂക്ഷിച്ച് നമ്മോടതിനൊക്കെ മറുപടി പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞ്. അതിടെ ഒരു സ്ഥാപനത്തിനൊരു ഓഫർ
ഒരാളൊരു 25 സെൻറ്റ് സ്ഥലം സ്ഥാപനത്തിന് തരാമെന്നൊരു വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാനൊക്കെ വളരെ പ്രയാസപ്പെട്ട സംസാരിക്കണം. അപ്പോഴൊക്കെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് ആ മനുഷ്യന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയൊരു മനക്കരുത്തിൻ്റെ ഉടമയായിരുന്നു. അങ്ങനെ ഈ പോരാൻ നേരത്ത് ഞാൻ നാളെ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ കയ്യിലിങ്ങനെ മുറുക്കി പിടിച്ചിട്ട് കണ്ണിൽ വെള്ളം നിറച്ച്, സത്യം പറഞ്ഞാൽ എനിക്ക് ഏകദേശം ഉറപ്പിച്ച് മൂപ്പനും തീരുമാനിച്ചതുപോലെ ഇനി നമ്മൾ കാണാൻ കഴിയാത്ത അവസ്ഥയാണെന്നുള്ള ഒരു അർത്ഥത്തിലാണ് യാത്ര പറഞ്ഞു പോയത്. അത് ഇങ്ങനെയൊക്കെ ആകും, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. അള്ളാഹു അദ്ദേഹത്തോടൊപ്പം അവിടുത്തെ ഒരു ശിഷ്യനല്ലാത്ത ശിഷ്യനോ മകനല്ലാത്ത മകനോ ഒക്കെ ആവാൻ വിധിക്കപ്പെട്ട നമുക്കൊക്കെ അതുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളൊക്കെ വണ്ടിയിൽ കൂടെ കൊണ്ടു നടക്കും, പല ഹിദ്മത്തും ചെയ്യാൻ അവസരം ഉണ്ടാവും. അപ്പോഴൊക്കെ ഇജാദയുടെ വച്ചാള അവർ ആ കുട്ടികൾ ഇങ്ങനെ നമ്മൾക്കൊന്നും ചെയ്യിക്കാത്ത രീതിയിൽ വളരെ താഴ്മ, അതൊരു മനുഷ്യൻ്റെ. അതുപോലെ ഇപ്പോൾ ലാസ്റ്റ് ഒരു വാഫി കുട്ടി ഇന്ന് ഒരു ഫേസ്ബുക്കിൽ ശബ്ദിട്ടുണ്ട്, നാട്ടുകൽ മക്കാം ഉറൂസിൽ അവസാനം നമ്മുടെ പ്രദേശത്ത് പങ്കെടുത്ത പരിപാടി. നാട്ടുകല്ല് എന്ന് പറഞ്ഞപ്പോൾ ഒരു ആവേശമാണ്. അവിടെ എന്തായാലും എത്ര ആവശ്യമാണെങ്കിലും ആ പരിപാടിക്കാട് വരും, സ്റ്റേജിലിരിക്കും, ഒരു പ്രാർത്ഥന എന്തെങ്കിലും രണ്ട് വർത്താനം പറഞ്ഞു പോകും. അങ്ങനെ വന്ന് കുട്ടി കാറിൽ കയറി പോകാൻ നേരത്ത് പറഞ്ഞല്ലോ, അല്ല ഒരു സുവനീറും ഒരു കലണ്ടറും കൊണ്ടുപോയി കൊടുത്തപ്പോൾ അപ്പോഴും ചോദിച്ച് ആ കുട്ടിയോട്, അല്ല മോനെ അതിനെന്താ വേണ്ട? അതൊരു ബാധ്യതയാക്കി വെക്കാതെ അത്രയും സൂക്ഷ്മത പാലിക്കാൻ ഉസ്താദ് തയ്യാറായിരുന്നു. അങ്ങനെ അതിനെന്തെങ്കിലും എന്താ, അല്ല അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി യാത്ര പറഞ്ഞൊരു രംഗം ഇന്ന് ഫേസ്ബുക്കിൽ കുട്ടി വിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ കാഴ്ചപ്പാടും സൂക്ഷ്മതയും പുലർത്തി ജീവിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ആ സമയത്തും ഞാൻ അറിയാതെ ചോദിച്ചു പോയി, ജാമ്യന്ന് ഇപ്പം എന്നാ പോകുന്നത് എന്ന്. അപ്പോഴും കരഞ്ഞു. അപ്പം ദർസിനോട് വലിയ താല്പര്യമായിരുന്നു. അദ്ദേഹം ദർസ് നടത്തുന്ന ക്ലാസ്സിലേക്ക് ആ ക്യാമ്പസിലുള്ള മാനേജ്മെൻറ്റ് ഉത്തരവാദിത്തപ്പെട്ട ഒരാളോ ഒരു അധ്യാപകനോ സധൈര്യം കടന്നു ചെല്ലാൻ ധൈര്യം കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഉസ്താദുമാരുടെ ഒരു പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഈ പ്രാവശ്യത്തിന് മുമ്പത്തെ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ലീവിന് പോയിട്ട് തിരിച്ചു വരാൻ സമയത്ത് പോരും നന്ന് യാത്രയൊക്കെ പറഞ്ഞ് പിരിഞ്ഞതാ. പോരും നന്ന് രാവിലെ ഉസ്താദിൻ്റെ ഒരു ഒപ്പ് കിട്ടാനുണ്ടായിരുന്നു സ്ഥാപനവുമായി ബന്ധപ്പെട്ട്. ഞാൻ വൈകുന്നേരം യാത്ര, അങ്ങനെ ഉസ്താദിൻ്റെ അടുത്ത് ജാമ്യയിൽ പോയി ആ ഒപ്പും ശേഖരിച്ച് വരാമെന്നുള്ള അർത്ഥത്തിൽ പെരിന്തൽമണ്ണ പോകേണ്ട ആവശ്യമുണ്ട്. അത് കൈപ്പിടിച്ച് പോയി ചെന്നപ്പോൾ ഉസ്താദ് ക്ലാസ് കയറി. 7:30 മണിക്ക് ക്ലാസ് കയറുന്നതിന് മുമ്പല്ലാതെ മുമ്പ് ചെന്ന് ഒപ്പ് വാങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെന്നപ്പോഴും ഉസ്താദ് ക്ലാസ് കയറിയാൽ പിന്നെ ആ വഴിക്ക് ഒരാൾക്കും പോകാൻ പറ്റൂല എന്നാണ് നിയമം. ഒരാൾക്കും പോകാൻ പറ്റൂല. ഞാനാകെ അജബായി. എനിക്കതിന് ശേഷം 2-3 ആളെ കണ്ട് യാത്ര പറയും വേണം, വീട്ടിലേക്ക് എത്തിയിട്ട് ഡ്രസ്സ് മാറി നമുക്ക് എയർപോർട്ടിലെത്തണ്ടേ നമ്മുടെ ടൈമിന്. ആകെ കൂടി ഒരു കൺഫ്യൂഷനായി. ഞാനിങ്ങനെ ആകെ ബേജാറായി നിൽക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചിരുന്നു വരുമെന്ന്. അങ്ങനെ ആ ഒരു ധൈര്യം എനിക്കുണ്ട്. പക്ഷെ അവിടെ ചെന്ന് ഉസ്താദന്മാരോടൊക്കെ ഞാൻ ചോദിച്ചു, ഹൈത്തമി ഉസ്താദിനോട് ചോദിച്ച്, ചുങ്കത്ര ഫൈസിയോട് ചോദിച്ച്, പല ആളോടും ചോദിച്ച്, ക്ലാസ്സിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരാൾക്കും ഒരു ധൈര്യവും തരാൻ കഴിയൂല. ഞാൻ പറഞ്ഞ എൻ്റെ മഹത്വം പറയാൻ, എൻ്റെ വലുപ്പം പറയാനല്ല ഇതൊന്നും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലൂടെ കണിശതയായിരുന്നു. ചെന്നു പോയിരുന്നാൽ ഹാജർ ഇങ്ങനെ വിളിക്കും, കുട്ടികളിങ്ങനെ നമ്പർ പറയും, അങ്ങനെ മാറിടും, അവരിങ്ങനെ നോക്കും. അപ്പോഴും ശ്വാസം മുട്ടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്, ഇങ്ങനെ നോക്കും. പിന്നെ ഇന്ന് പത്രത്തിൽ കണ്ടതുപോലെ വായിക്കുന്ന സമയത്ത് ആ വായിക്കുന്നവനെ വീക്ഷിക്കും. വളരെ വ്യക്തമായി ഓരോ വിദ്യാർത്ഥിയെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട്. അവൻ ഇന്നടത്തവനാണ്, അവനവിടുത്തവനാണ്, അവരിവിടുത്തവനാണ്, അവൻ ഇന്നാളുടെ മകനാണ്, ഇന്നാട് കുടുംബത്തിൽപ്പെട്ടതാണ്, അവൻ്റെ അവസ്ഥ ഇന്നതാണ്. എന്തെങ്കിലും ഒരു കുട്ടിക്ക് അബദ്ധം പറ്റിയാൽ, അപകടം പറ്റിയാൽ വളരെ വേദനയാണ്, സ്നേഹമാണ്. സ്നേഹിക്കുന്ന അധ്യാപകനെ വിദ്യാർത്ഥികൾ ബഹുമാനിക്കൂ എന്നുള്ളതിൻ്റെ ഒരു യഥാർത്ഥ ഒരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ ഉസ്താദ് അവറുകൾ. തൻ്റെ ശിഷ്യഗണങ്ങളെയൊക്കെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനെ തിരിച്ചു വിദ്യാർത്ഥികൾ ബഹുമാനിക്കും. മറ്റേത് നമ്മൾ പോലീസിനെ കാണുമ്പോൾ നിശ്ചയിക്കുന്നില്ല. ഇവിടെ പോലീസിനെ കാണുമ്പോൾ വണ്ടിൻ്റെ നമ്മളെ ബെൽറ്റൊക്കെ കിട്ടണ പോലീസിനെ കാണുമ്പോൾ ബഹുമാനിച്ചിട്ട. പോലീസിനെ കാണുമ്പോൾ കാണിക്കുന്ന നമ്മളെ ഗോഷ്ഠികൾ അത് ബഹുമാനമല്ലല്ലോ. അത് ഈ രാജ്യത്തിൻ്റെ നിയമം മറ്റെന്തോ നമ്മൾ ചെയ്യുന്ന ചില കൈക്രിയകളാണ്. പോലീസിനെ ബഹുമാനിക്കുന്നത് പോലെ വിദ്യാഭ്യാസ ക്യാമ്പസിലെ അധ്യാപകന്മാരെ വിദ്യാർത്ഥികൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആ അധ്യാപകന്മാർക്ക് വിദ്യാർത്ഥികളോട് സ്നേഹമില്ല എന്നാണ് അർത്ഥം. നേരെ മറിച്ച് അധ്യാപകന്, ഗുരുനാഥന്
തൻ്റെ ഗുരുനാഥന് ശിഷ്യഗണങ്ങളോട് ഇഷ്ടവും സ്നേഹവും ഉണ്ടെങ്കിൽ അവരറിയാതെ ഓട്ടോമാറ്റിക്കലി ആ കുട്ടികൾ ഈ അധ്യാപകനെ സ്നേഹിച്ചു പോകും, ബഹുമാനിച്ചു പോകും. അതാണ് ജാമിയയുടെ ക്യാമ്പസിലൂടെ അസർക്ക് ശേഷം നടക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ പരിങ്ങൽ. അതാണ് പള്ളിയിൽ ജമാഅത്തിന് ചെന്നാൽ ഉസ്താദുണ്ടോ എന്ന് തിരയൽ. അവിടെ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ ജാമിയയുടെ പ്രിൻസിപ്പാളുണ്ട്, അവിടെ മറ്റു കുഞ്ഞാണി മുസ്ലിയാരുണ്ട്, അവിടെ മറ്റു പ്രഗത്ഭരും പ്രശസ്തരുമായ ഒട്ടനവധി ആലിമീങ്ങളുണ്ട്. അവരൊക്കെ ഉണ്ടെങ്കിൽ പോലും കൊമ്പരംപുത്തൂർ ഉസ്താദ് അവിടെ ക്യാമ്പസിനകത്തോ പള്ളിക്കകത്തോ റൂമിനകത്തോ ഉണ്ടെങ്കിൽ ജാമിയയുടെ ക്യാമ്പസിന്റെ ഒരു പ്രത്യേക അച്ചടക്കവും ഒരു പ്രത്യേക ബഹുമതിയുമുണ്ട് എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അവിടെ ക്യാമ്പസിൽ സമ്മേളനത്തിനും ഉസ്താദിനെ കാണാനും അല്ലാതെ പോകാൻ ഭാഗ്യം സിദ്ധിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ അനുഭവിച്ച് പറയുകയാണ്, ശരിക്കും നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ ഉസ്താദിന്റെ ആ ദർസി അങ്ങനെ കോളേജിൽ ഈ ക്ലാസ്സിലേക്ക് പോകുന്ന രംഗുണ്ട്. ഹൈത്തമി ഉസ്താദ് പറഞ്ഞു നമുക്കൊന്ന് പോയി വെക്കാം, ആട്ടി വിട്ടാൽ ഇങ്ങോട്ട് പോരാം. ആട്ടി വിട്ടാണ് പോരാ, അങ്ങനെ പോവുകയാണ്. അങ്ങനെ ചെന്നു. ഹൈത്തമി ഉസ്താദിനോട് പറഞ്ഞ ആളെന്ത് ജീവിച്ചിരിപ്പുണ്ട്. അസ്സലാമു അലൈക്കും നിങ്ങൾ ആദ്യം പറയണം, ഞാൻ പറയില്ല. മുമ്പ് നിന്നിട്ടേ ഞാനാരാ, ഹൈത്തമി ഉസ്താദ് ആരാ. ഞാനങ്ങനെ പേടിച്ച് പിടിച്ച് പറഞ്ഞ പിന്നെ ഞാൻ വേജാറായില്ലേ. സ്റ്റെപ്പ് കയറി ഇങ്ങനെ ചെന്ന് അവ ഹാജറിവിടെ തിരക്കില്ല. സംഗതി ഒരു 10 മിനിറ്റ് ഗ്യാപ്പാത്, അല്ലെങ്കിൽ ഇതൊക്കെ സുന്ദരമായ റൂമിൽ നടന്നേനെ. ചെന്ന് അസ്സലാമു അലൈക്കും രണ്ട് നോട്ടം നോക്കി. അത് ഈ സാധുവായ ഞാനായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വല്ല ഉപ്പ എന്തെങ്കിലും വന്നതേക്കുന്ന് കരുതിയിട്ടായിരിക്കണം. പിന്നെ ആ ചിരി, സാധാരണ ചിരി ചിരിച്ച് എന്താ പൂകാരൻ്റെ പോയില്ലേ, പൂകാരൻ്റെ പോയതല്ലേ പിന്നെ ഞാൻ ഇതൊരു ഒപ്പ് ഇട്ടുണ്ട്. എന്നാ അവിടെ അങ്ങനെ ഒരു ഭാഗത്ത് ഇരുത്തി ഹാജരുകളിലേക്ക് കഴിഞ്ഞിട്ട് ഒപ്പിട്ട് പിന്നെ ആ കുട്ടികളെ വെച്ചത് ഒരു ചെറിയ ദ്വയർന്ന് കുട്ടികൾ വരെ വല്ല വീരപ്പനെ നോക്കുമ്പോൾ എന്നെ നോക്കണം. എന്തോ ഒരു സംഭവം സംഭവിച്ചമായി. ഞാനിതൊക്കെ പറഞ്ഞു തരുമോ, അത്രയും ഈ അധ്യാപന രീതിയിലും വിദ്യാർത്ഥികളുമായുള്ള ക്രമീകരണങ്ങളിലുമൊക്കെ വലിയ ചിട്ടയും അടക്കവും ഒതുക്കവും ബഹുമാനപ്പെട്ട ഉസ്താദിനുണ്ടായിരുന്നു. അതൊക്കെ ശംസുല്ലുലമയുടെയും ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിൻ്റെയും താഴക്കോട് കുഞ്ഞലി മുസ്ലിയാരുടെയും ഒക്കെ ശിക്ഷണത്തിൽ നിന്ന് ലഭിച്ച ആ ഒരു രീതി ശാസ്ത്രം അദ്ദേഹം ജീവിതാന്ത്യം വരെ പിടിച്ചു നിർത്തി എന്നുള്ളത് ഒരു അധ്യാപന രീതി കൈകാര്യം ചെയ്യുന്ന ഓരോരുത്തർക്കും മാതൃകയാണ് എന്ന് പറയാനാണ് ആ ഭാഗം ഞാൻ ഈ സമയത്ത് പറഞ്ഞത്. പിന്നെ ഇത് നിർത്തണം. കുട്ടികളുടെ ഇടയിൽ തന്നെ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ വളരെ കണിശമായി താക്കീത് നൽകി അത് നിർത്തും. ഇപ്പോൾ സ്ഥാപനങ്ങളൊക്കെ പല സ്ഥാപനവും ദാറുനജാത്ത് യതീംഖാന, നാട്ടുകൽ ഇമാം നവവി ഇസ്ലാമിക് കോംപ്ലക്സ്, അതുപോലെ പ്രാദേശികമായ ഇസ്ലാമിക് സെന്റർ, ഇങ്ങനെ തുടങ്ങി മഹല്ല് മദ്രസ, തൊട്ടടുത്ത മഹല്ല് മദ്രസ, പല പ്രാദേശികമായി പല മഹല്ലുകളിലെയും കാളി, അവിടെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉസ്താദിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു അനിഷ്ടമായ വിഷയമുണ്ടെങ്കിൽ വന്നവനാരോ എവനോ വലിയവനോ രാഷ്ട്രീയക്കാരനോ നേതാവോ ഒന്നും അദ്ദേഹം വിലവെക്കാതെ വളരെ ത്രാണിത്വത്തോടുകൂടി ആത്മധൈര്യത്തോടുകൂടി അത് പാടില്ല, ചെയ്യാൻ പാടില്ല എന്ന് ഒരു എന്നാൽ ഗൗരവത്തിലായിരിക്കും, എന്നാലോ പതിഞ്ഞ സ്വരത്തിലേക്കാരും വലിയൊരു ശബ്ദമില്ലാത്ത രീതിയിൽ മുമ്പ് പറഞ്ഞിരിക്കും. അത് പറഞ്ഞാൽ പിന്നെ ആർക്കും പേടിയ. ഇപ്പോൾ മണ്ണാർക്കാട് ഇലക്ഷൻ്റെ ആത്മധൈര്യം ആരാ നിങ്ങൾ മനസ്സിലാക്കിയോ? മണ്ണാർക്കാട് ഇലക്ഷൻ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പിന്നെ SKSSFിൻ്റെയും SYSൻ്റെയും പ്രവർത്തകർക്ക് രാഷ്ട്രീയക്കാരെ പോലെ നമ്മൾക്ക് ചരിത്രത്തിൽ, സമസ്തയുടെ ചരിത്രത്തിൽ നമ്മളിൽ അജണ്ടയിലില്ലാത്ത ഒരു ഡ്യൂട്ടി നമ്മൾ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്തത് മണ്ണാർക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാത്രമാണ്. ആ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്നിടത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ദീർഘദൃഷ്ടിയുള്ള പ്രസിഡന്റിന്റെ വളരെ ദിഷണാശൈലിയോടുകൂടിയുള്ള നിരീക്ഷണം മണ്ണാർക്കാടുണ്ടായിട്ടുണ്ട്. ഷംസുവിനോട് പറഞ്ഞു, ഷംസു പലവട്ടം വന്ന് ആശയാവിഷ്കാരം നടത്താനൊക്കെ വരും, സംസാരിക്കും, പലപ്പോഴും അനുഗ്രഹം വാങ്ങാൻ വരും. സംസാരിക്കുമ്പോൾ പറഞ്ഞ് ഉസ്താദിൻ്റെ ശൈലി ഉണ്ട്, ഇതൊന്ന് മനസ്സിലാക്കാം, പൈസ ചിരിക്കുന്നതാ, പൈസയിലൊക്കെ ചിരിക്കും, പൊന്ത കൊടയും കേട്ടോ പേടിക്കണ്ടെന്ന്. അതൊരു പൊന്ത കുടച്ചിലാണ്, പേടിക്കണ്ടെന്ന്. പൊന്ത കുടച്ചിൽ പറഞ്ഞാൽ പേടിക്കണ്ട. ഈ പൊന്താനെ മനസ്സിലായില്ലേ? എല്ലാം എന്താ കണ്ടുപിട്ടിരിക്കണു. പൊന്ത എന്ന് പറഞ്ഞാൽ കുറേ ഇലയും ഇതൊക്കെ കൂടിയ ഒരു പിടുത്തം.
അതിൻ്റെ പിന്നിലേ കാര്യമായിട്ട് ആരും ഉണ്ടാവില്ല. പൊന്തങ്ങനെ കുരുങ്ങും, ബാക്കിൽ വലിയ അർത്ഥം ഉണ്ടായിനേ. കുമരംപുത്തൂരെ ഉസ്താദ് പറഞ്ഞിങ്ങനെ അർത്ഥമുണ്ട്. ഉസ്താദ് പറഞ്ഞത് പൊന്ത കുലുക്കലാണ്, ഒന്നും പേടിക്കേണ്ട ശംസുവം. സംഭവിച്ചത് തന്നെയല്ലേ, ഒരു തരം പൊന്ത കുലുക്കൽ. എന്തേ നടന്ന് പൊന്തങ്ങനെ കുരുക്കി ആ കൂടി കിട്ട് ഹാലിളക്കി സർവ മീഡിയകൾ, വാട്സപ്പ്, ഫേസ്ബുക്ക്, പിന്നെ 1001 GMC എന്നോ എത്ര 313 ഇന്നോവ അങ്ങനെ കുലുക്കി. എന്തുണ്ടായി? ഉസ്താദ് പറഞ്ഞു പൊന്ത കുലുക്കലാണ്, ഒന്നും പേടിക്കണ്ട. അത് അതേ അർത്ഥത്തിൽ ഇസ്ലാമിക് സെന്റർ കേന്ദ്രീകരിച്ച് വളരെ ക്രിയാത്മകമായി സമസ്തയും കാന്തപുരവും എന്നുള്ള അർത്ഥത്തിലേക്ക് ഇലക്ഷൻ നീങ്ങിയപ്പോൾ സമസ്ത ഏറ്റെടുത്തു, വിജയിപ്പിച്ചു. അതിലൊക്കെ ഉസ്താദിൻ്റെ അകത്തിരുന്നു കൊണ്ടുള്ള വലിയ ശ്രദ്ധയും നിരീക്ഷണവും അദ്ദേഹത്തിൻ്റെ ഉത്തേജനവും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സംഭവിച്ചിട്ടുള്ളത് വേർപാടുകളുടെ നൊമ്പരങ്ങളാണ്. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് തൊട്ട് തുടങ്ങി ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിലൂടെ തുടങ്ങി ബഹുമാനപ്പെട്ട കുമരംപുത്തൂർ AP ഉസ്താദിൽ വെച്ച് നിൽക്കുകയാണ്. ഇനിയും അള്ളാഹു അർഹിക്കുന്ന രീതിയിലുള്ള പകരക്കാരെ നൽകി നമ്മുടെ പ്രസ്ഥാനത്തെ നയിക്കാൻ യോജിച്ച താക്കത്തുള്ള ഹിമ്മത്തുള്ള ഉഖ്റവിയായ ആലിമീങ്ങളെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ വേർപാടുകളൊന്നും ഒരു തരത്തിൽ വേർപാടുകളല്ല. സത്യത്തിൽ നമ്മൾ വാപ്പ, ഉമ്മ, സഹോദരൻ, സഹോദരി, ഗുരുനാഥൻ, മശായിഖന്മാർ, ബന്ധപ്പെട്ടവർ എല്ലാം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നു. നാട്ടിലേക്ക് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് വരുന്നു. അതുപോലെ സ്നേഹങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു. പക്ഷേ ഈ വേർപാടുകളൊന്നും അല്ല യഥാർത്ഥത്തിൽ വേർപാട്. സത്യത്തിൽ മരണം എന്ന് പറയുന്നത് പോലും ഒരു അറബി തത്വജ്ഞാനിയുടെ ഒരു വാക്ക് ഞാൻ ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അൽ ഫിറാഖു ലൈസ സഫർ. വേർപാട് എന്ന് പറഞ്ഞാൽ യാത്ര ഒരു വേർപാടല്ല. ഹത്തൽ മൗത്തി, മരണം വരെ ഒരു വേർപാടല്ല. പിന്നെ എവിടെയാണ് വേർപാട്? വേർപാടെന്ന് പറഞ്ഞാൽ മരണമെന്ന് പറയുന്നത് പോലും വേർപാടല്ല. ഹത്തൽ മൗത്തി, മരണം വരെ വേർപാടല്ല. ലൈസ ഫിറാഖുന ഹത്തൽ മൗത്തി ലൈസ ഫിറാഖുന സനജ്തമിഉ ഫിൽ ആഖിറ. മരണം വരെ വേർപാടല്ല, പക്ഷേ ശേഷം നമ്മളും ആഖിറത്തിൽ ഒരുമിച്ച് കൂടും. ആ ആഖിറത്തിൽ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ ഒരാള് സ്വർഗത്തിലും ഒരാൾ നരകത്തിലുമാകുന്നതാണ് വേർപാട്. ആ വേർപാടിനെ തൊട്ട് ജനനിയന്താവായ തമ്പുരാൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽ ഫിറാഖു അൻ യകൂന ഇഹ്ദനാ ഫിൽ ജന്ന വയഹ്ദനാ ഫിന്നാർ യാ റബ്ബന ജഅൽനാ മിൻ അഹ്ലിൽ ജന്ന എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉസ്താദിന്റെ